അസ്സലാമുഅലൈക്കും. വെൽക്കം ബാക്ക് ടു ഷാനാസ് വ്ലോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞാനും അൽഹംദുലില്ലാഹ് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് മീഷോ ഹോളാണ്. ഞാനിന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ഒരു ഹോൾ വീഡിയോയിൽ നമ്മൾ കുർത്തീസ് കാണിച്ചു തരുന്നുണ്ട്, ഗൗൺ കാണിച്ചു തരുന്നുണ്ട്, കോൺസെപ്റ്റ്സ് കാണിച്ചു തരുന്നുണ്ട്. ഒരു രഘുൽപ്രീത് സിംഗിനെ ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു കുർത്തി, ഒരു ക്യൂട്ട് കുർത്തി ഇന്ന് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ഹോൾ വീഡിയോ ആണ്, മീഷോ ഹോളാണ്. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ ഇവിടെ ഫുള്ള് മെസ്സായി കിടക്കാണ് കേട്ടോ. ഞാനൊരു റീല് കാര്യങ്ങളൊക്കെ ഇന്ന് അധികം ഷൂട്ടിൽ കുറച്ച് കൊളാബോക്കൊക്കെ കൂടുതലുള്ള ഒരു ദിവസമായിരുന്നു. അപ്പം ഞാൻ ഭയങ്കര ടയേർഡാണ്, ഇത്രയും നേരം ഷൂട്ടിലായിരുന്നു. അപ്പം നമ്മൾ ഇനി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ യൂട്യൂബിന്റെ വീഡിയോ കൂടി ഷൂട്ട് ചെയ്തിട്ട് ഇപ്പൊ ഈ ഒരു വീഡിയോ കൂടി ഷൂട്ട് ചെയ്ത് നമ്മളിവിടെ ക്ലോസ് ചെയ്യും. ഓക്കെ, അപ്പം ഞാൻ ഇപ്പം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് വെറും 627 റുപ്പീസിൽ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള ഈ ഒരു ഗൗണാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗൗണാണ് ഇത്. ഞാൻ കുറേ ആയി മീഷോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ച് ഇങ്ങനെ കാർട്ടിലിട്ട് വെച്ചിട്ടുള്ള ഒരു ഗൗണായിരുന്നു. ഫൈനലി ഞാനിത് വാങ്ങിച്ചു. നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഭയങ്കര വർത്തായിട്ട് തോന്നി ഈ ഒരു ഗൗൺ കേട്ടോ. ഞാൻ എന്തായാലും ക്ലിപ്പ് സൈറ്റിൽ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കംപ്ലീറ്റ് ഐഡിയ കിട്ടും. ഇത് ഭയങ്കര വർത്തായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഗൗണാണ്. ബാക്കിൽ ഇങ്ങനെ കംപ്ലീറ്റ് സിബൊക്കെയാണ് വന്നിട്ടുള്ളത്. സിബാണെങ്കിലും ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഒരു സോളിഡ് പാറ്റേണിൽ വന്നിട്ടുള്ള ഫുൾ ലെങ്ത്തിൽ വന്നിട്ടുള്ള പഫ് സ്ലീവ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഗൗണാണ് കേട്ടോ. ഓക്കെ, വീനക്കാണ് വന്നിട്ടുള്ളത്. ബാക്കിൽ സിബ് വരുന്നുണ്ട്, പഫ് സ്ലീവ് ആണ്. എൻഡിൽ ഇതാ ഇതേപോലെ സ്ലീവിൻ്റെ എൻഡിൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഒരു നമ്മുടെ ഷർട്ടിൻ്റെ കുറച്ച് വിടുത്ത് കൂടിയിട്ടുള്ള അങ്ങനെയുള്ള ഒരു രീതിയിലാണ് സ്ലീവ് വന്നിട്ടുള്ളത്. പിന്നെ ഫുൾ ലെങ്ത്തിലാണ് വന്നിട്ടുള്ളത്. സോളിഡ് ആണ്, നല്ല ക്രേപ്പ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്. ബട്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ക്രേപ്പാണ്. ഞാനും ഇങ്ങനെ പിക്ചറിൽ കണ്ടപ്പം ലോക്കൽ ക്രേപ്പ് ആണെങ്കിൽ വലിയ രസം ഉണ്ടാവില്ലല്ലോ, പക്ഷേ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ക്രേപ്പ് മെറ്റീരിയൽ ആണ്. സ്റ്റാൻഡേർഡ് കുറവൊന്നുമില്ല, അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ഗൗൺ ആണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ്, സൈസസും അവൈലബിൾ ആണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടമാവും. കയ്യിൽ കിട്ടിയിട്ട് എന്തായാലും ഇഷ്ടമാവാതിരിക്കില്ല, അടിപൊളിയാണ്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ. വേറെ എടുത്ത് പറയാനൊന്നുമില്ല, അത്യാവശ്യം പ്ലെയർഡ് ആയിട്ടുള്ള ഒരു ഒരു ഗൗണാണ്. ഓക്കെ, അപ്പം ഞാൻ അടുത്തത് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു കോൺസെപ്റ്റ് ആണ് കാണിച്ചു തരുന്നത്. ഇതൊരു ഭയങ്കര കാഷ്വൽ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയതല്ല, ഒരു പാർട്ടി വെയർ ഔട്ട്ഫിറ്റ് ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഇതിൻ്റെ സ്ലീവാണ് മെയിനായിട്ട് ഹെവി വർക്കിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ സ്ലീവാണ് ഇങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ ഒരു ഡിസൈനിലാണ് എംബ്രോയ്ഡറി വിത്ത് ആ ഒരു സീക്വൻസിൽ ഈ ഒരു വർക്കാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു വർക്കാണ് വന്നിട്ടുള്ളത്. ആ ഒരു ഭാഗത്താണ് ഭയങ്കര ഹെവി ആയിട്ട് വന്നിട്ടുള്ളത്. ബാക്കിയൊക്കെ സാധാ പോലെ പ്ലെയിൻ ആയിട്ട്. പിന്നെ ഇവിടെയും ചെറിയൊരു ഇത് ഇങ്ങനെ ഒരു ത്രെഡിൻ്റെ ഈ ഒരു വർക്ക് വരുന്നുണ്ട്. രണ്ട് ഭാഗത്തും സ്ലിറ്റ് വരുന്നുണ്ട്. ഓക്കെ, റയോൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. എക്സൽ ആണ്. മറ്റേതും ഞാൻ സൈസ് എടുത്തിട്ടുള്ളത് എക്സൽ ആണ്, ഇതും എക്സൽ ആണ് സൈസ് എടുത്തിട്ടുള്ളത്. പാൻറ് വന്നിട്ട് വർക്കൊന്നും വരുന്നില്ല, ഒരു സിഗരറ്റ് ഫിറ്റിങ്ങിൽ വന്നിട്ടുള്ള ഒരു പാൻറ്റാണ് വരുന്നത്. ഓക്കെ, ഒരു സിഗരറ്റ് ഫിറ്റിങ്ങിൽ വരുന്ന പാൻറ്റാണ്, വർക്ക് കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു സ്ലീവിൻ്റെ ഈ ഒരു ഹെവി ആയിട്ടുള്ള ഈ ഒരു വർക്ക് കൊണ്ടാണ് ഞാൻ പറയുന്നത് കാഷ്വൽ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു കോൺസെപ്റ്റ് അല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ നെക്സ്റ്റ് ഡ്രസ്സ് ഒരു കോൺസെപ്റ്റ് നമ്മൾ കാണിച്ചു തരുന്നത്. സോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 500 സംതിങ് ഓർ 600 സംതിങ് അങ്ങനെ എന്തോ ആണ് പ്രൈസ് വന്നിട്ടുള്ളത്. കറക്റ്റ് ഓർമ്മയില്ല. എന്തായാലും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടാവും, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു രഘുൽപ്രീത് സിംഗിൻ്റെ ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള ഈ ഒരു കുർത്തിയാണ്. അടിപൊളിയായിട്ടുള്ള ഒരു കുർത്തിയാണ്. ഫുൾ സ്ലീവിലാണ് വന്നിട്ടുള്ളത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു കുർത്തി. നല്ല ഒരു ഡബിൾ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. വിത്ത് എംബ്രോയ്ഡറി വർക്കൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. രഘുൽപ്രീത് സിംഗിൻ്റെ ജസ്റ്റ് ഞാൻ ഫോട്ടോ ഇവിടെ സൈഡിൽ ആഡ് ചെയ്യാം. അത് കണ്ടപ്പോഴാണ് എനിക്ക് കറക്റ്റ് ഒരു സെയിം ആയിട്ട് തോന്നി. എവിടെയോ എന്തൊക്കെ ഒരു മാച്ച് തോന്നി. അതിൻ്റെ ഒരു സെയിം മെറ്റീരിയലും അല്ല, അതിൻ്റെ ഒരു സെയിം കളറും അല്ല, പക്ഷേ ആ ഒരു ഡബിൾ ഷെയ്ഡും വരുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു എംബ്രോയ്ഡറി വർക്ക് ആണെങ്കിലും എവിടെയൊക്കെ ഒരു മാച്ച് തോന്നുന്നുണ്ട്. സോ ഞാനൊന്ന് കണ്ടപ്പോൾ മീഷോയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അത് കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. എനിവേ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കുർത്തിയാണ്. ഇട്ട് കഴിഞ്ഞാൽ നല്ല ലുക്ക് ഉണ്ടാവും. ഒരു ബാഗ് ഫിറ്റിൽ വരുന്ന ജീൻസൊക്കെ ഇട്ട് ട്രൈ ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിരിക്കും.
ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ അടുത്ത കുർത്തി. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 500 സംതിങ് ആണ്. കാരണം ഇത് എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൈസിന് എന്തുകൊണ്ടും വർത്ത് ആയിട്ട് തോന്നുന്നു. ക്യൂട്ടായിട്ടുള്ള ഒരു കുർത്തിയാണ്. ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് XL ആണ്. എനിക്ക് കറക്റ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. സോ ഇതാണ് നമ്മളെ അടുത്ത പ്രോഡക്റ്റ്. ഞാൻ അടുത്തത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ എഗെയിൻ കാണിച്ചു തരുന്നത് ഒരു കോഡ്സെറ്റ് ആണ്. കാണിച്ചു തരുന്നത് വൈറ്റിൽ ബ്ലാക്ക് എംബ്രോയ്ഡറി വർക്കായിട്ട് വന്നിട്ടുള്ള ഈ ഒരു കോഡ്സെറ്റ്. ഞാൻ എപ്പോഴും മീഷോയിൽ ഇങ്ങനെ പ്രൊഡക്റ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഈ ഒരു കോഡ്സെറ്റ് കാണാറുണ്ട്. വാങ്ങിക്കണോ എന്ന് ഇങ്ങനെ എപ്പോഴും കാട്ടിലിട്ട് വെച്ചിട്ടില്ലായിരുന്നു. എപ്പോഴും വാങ്ങിക്കണോ എന്നുള്ളൊരു ഇതിൽ വെച്ചിട്ടുള്ള ഒരു കുർത്തിയായിരുന്നു. ഫൈനലി ഞാനിത് വാങ്ങിച്ചു കഴിഞ്ഞപ്പം എനിക്ക് ഇതിലൊരു നമുക്ക് 100-ലൊരു 80% കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കുർത്തിയാണ്. 100-ൽ 100 കൊടുക്കാൻ പറ്റില്ല, കാരണം വൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സീത്രൂ ആയിരിക്കും. അത് ഏത് വൈറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിലും ചെറുതായിട്ടൊരു സീത്രൂ ഉണ്ടാവും. നമ്മൾ എന്തായാലും ഒരു ഇന്നർ ഇട്ട് കൊടുക്കണം. ഇതിനും ഇന്നർ ഇട്ട് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ആൻഡ് ഇത് ഫീഡിങ് ഫ്രണ്ട്ലി ആണ്. നമുക്ക് ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി, കാരണം കോഡ്സെറ്റ്സ് ഒന്നും എല്ലാം അങ്ങനെ വരണമെന്നില്ല. സോ നമുക്ക് ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. സോ ഇതാണ് എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. വൈറ്റിൽ ഇങ്ങനെ ബ്ലാക്ക് എംബ്രോയ്ഡറി വർക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, നല്ല രസമുണ്ട്. ഇട്ടിട്ടുള്ള ക്ലിപ്പൊക്കെ സൈഡിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ നിങ്ങളൊരു സൈസ് കൂട്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക, എന്നാലേ നിങ്ങൾക്ക് ആ ഒരു ഫിറ്റിങ് നല്ല വൃത്തിയിൽ കിട്ടുള്ളൂ. നിങ്ങളെ നോർമൽ സൈസ് എടുക്കാതെ ഒരു സൈസ് കൂട്ടിയിട്ട് എടുക്കുക. സോ അതായിരിക്കും നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരാം. ഓക്കെ, ഇത് പാൻറ്റിൻ്റെ എൻഡിലും സെയിം വർക്ക് വരുന്നുണ്ട്, എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ടോപ്പിൻ്റെ അടിയിലും പിന്നെ സ്ലീവിലില്ല കേട്ടോ. സ്ലീവ് ജസ്റ്റ് ബട്ടൺ മാത്രമായിട്ടാണ് വന്നിട്ടുള്ളത്, സ്ലീവിലില്ല. ഓക്കെ, വുഡൻ ബട്ടൺ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഫീഡിങ് ഫ്രണ്ടിലാണ്, അതും നോട്ട് ചെയ്യുക. സോ ഞാൻ എടുത്തിട്ടുള്ള സൈസ് വന്നിട്ട് XL, അതെനിക്ക് കറക്റ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോഡ്സെറ്റ് ആണ് നെക്സ്റ്റ് കാണിച്ചു തരുന്നത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു കളറിലാണ് വന്നിട്ടുള്ളത്. ഒരു നമ്മളെ സ്കൈ ബ്ലൂ അല്ല, ഇതിൻ്റെ അക്വ ബ്ലൂ, ഇതെന്ത് ബ്ലൂവാ, ഇതിനെന്തോ ഒരു ബ്ലൂ പറയും. ഈ ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ബ്ലൂ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസമാണ്, ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നാറുണ്ട്. സോ ഈ ഒരു ഷെയ്ഡിൽ വന്നിട്ടുള്ള ഈ ഒരു കോഡ്സെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ ഫിറ്റിംഗ് ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. ആൻഡ് ദ ക്വാളിറ്റി അമേസിങ് ആണ്. സോ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ലൂസ് സ്ലീവ്, എൻഡിൽ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ആ ഒരു ഫിറ്റിംഗ്, ആ ഒരു സ്റ്റിച്ചിങ് ഒക്കെ വന്നിട്ട് കുറച്ചൊരു റിലാക്സ്ഡ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത് ഇത്. ബട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ ഫീഡിങ് ഫ്രണ്ട്ലി അല്ല. പിന്നെ ഇതിൻ്റെ പാൻറ്റിൻ്റെ എൻഡിൽ, പാൻറ്റ് സിഗരറ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. എൻഡിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു കട്ടിങ് വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗം കണ്ടോ, ഇതും നമുക്ക് സ്ലീവിൻ്റെ എൻഡിലുള്ള സെയിം ആ ഒരു വർക്ക്, ഒരു ലേസ് പോലെയുള്ളൊരു സംഭവം വെച്ചതാണ്. അതേപോലെ തന്നെ ഈ ഒരു കട്ടിങ് കണ്ടോ, നമ്മളെ പാൻറ്റിൻ്റെ എൻഡിലുള്ള ഈ ഒരു കട്ടിങ് നമ്മളെ സ്ലീവിൻ്റെ എൻഡിലും ആ ഒരു കട്ടിങ് ഉണ്ട് കേട്ടോ. ഒരു കട്ടിങ് ഉണ്ട്, നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്, അടിപൊളി, നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, വിത്ത് എംബ്രോയ്ഡറി വർക്കൊക്കെയാണ് വന്നിട്ടുള്ളത്. കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി, ഭയങ്കര വർത്തായിട്ട് തോന്നിയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഓർമ്മയില്ല. എന്തായാലും ഞാൻ താഴെ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. പറ്റുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൻ്റെ ഒപ്പം തന്നെ ഞാൻ അതിൻ്റെ പ്രൈസ് കൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പം നിങ്ങൾക്ക് അത് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. കാരണം ഞാനിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഫോൺ എടുത്ത് അത് നോക്കി എനിക്ക് ടൈം പോകും. എനിക്കത് എഴുതി വെക്കാനുള്ളൊരു സമയമല്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു തിരക്കിൻ്റെ ഇടയിലാണ് വന്നിട്ടുള്ളത്, ഭയങ്കര ടയേർഡാണ്. അതുകൊണ്ട് എനിക്കത് എഴുതി വെക്കാനുള്ള സമയമല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്തായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അതിൻ്റെ പ്രൈസ്. സോ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഭയങ്കര രസമാണ്. നിങ്ങൾക്ക് പിക്ചറിൽ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോ. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഭയങ്കര നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഇതിനെ പറ്റി ഇത്രയും പറയുന്നത് എനിക്കിത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ബാക്കിയും ഇഷ്ടമായിട്ടുണ്ട്. ആ ഒരു ഗൗൺ ഇഷ്ടമായിട്ടുണ്ട്, ഇത് ഇഷ്ടമായിട്ടുണ്ട്, ആ ഒരു കുർത്തി ഇഷ്ടമായിട്ടുണ്ട്. കോൺസെപ്റ്റ് എനിക്ക് ആ ഒരു വൈറ്റ് ഞാൻ വല്ലാണ്ട് പറയുന്നില്ല, പക്ഷേ എന്നാലും ഗൗൺ ഇഷ്ടമായി, ഇത് ഇഷ്ടമായി, കുർത്തി ഇഷ്ടമായി. പിന്നെ ഞാൻ എന്താ കാണിച്ചു തന്നത്, ഇത് മൂന്നാണ് മെയിനായിട്ട് എടുത്ത് പറയാനുള്ളത്. ബാക്കി 2 കോൺസെപ്റ്റാണ് കാണിച്ചു തന്നിട്ടുള്ളത്. അതെനിക്ക് ഓക്കെയാണ്. അതായത് 100-ൽ 100 ഒന്നും കൊടുക്കാൻ പറ്റില്ല. ബാക്കി 3ഉം ഭയങ്കര വർത്തായിട്ട് തോന്നിയിട്ടില്ല. 100-ൽ 100 കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. എനിവേ, നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ
തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രയുള്ള വീഡിയോ. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. പിന്നെ നിങ്ങളുടെ സജഷൻസ് കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാം, നമുക്ക് അതിനനുസരിച്ച് വീഡിയോസൊക്കെ ചെയ്യാവുന്നതാണ്. ഹിജാബിൻ്റെ വീഡിയോ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, സൂൺ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. സോ സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ, ബൈ.